നമ്മുടെ DNA-യിലെ 12 പാളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് ഒന്നാം ലെയറായ ജീവന്റെ വൃക്ഷം. ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിൽ ഇറങ്ങുമ്പോഴേ അതിൻ്റെ ചില്ലകൾക്ക് ആകാശത്തേക്ക് വളരാൻ കഴിയൂ. നമ്മുടെ ഭൗതിക ആത്മീയ ശരീരങ്ങളെ ബന്ധിപ്പിക്കുന്ന വേരുകളാണിത്. ഈ ലെയറുകൾ ഉണരുമ്പോൾ നമുക്കുള്ളിലെ ഫെമിനിയൻ ഊർജവും ഇൻഡ്യൂഷനും സജീവമാകും. നമ്മുടെ ഹൃദയചക്രത്തിൽ നിന്ന് ഇളം പർപ്പിൾ, ഇളം സുവർണ നിറങ്ങളിലുള്ള സുരക്ഷാ പ്രകാശവലയങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങും. ഇതിൻ്റെ കൃത്യമായ അലൈൻമെൻറ്റും ആക്ടിവേഷനും നടക്കുമ്പോൾ നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ഉൾപ്പെടെയുള്ള 4 മസ്തിഷ്ക കേന്ദ്രങ്ങൾ ഉണരുകയും ക്വാണ്ടം തലത്തിൽ കോശങ്ങൾ റീബൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമസ്കാരം. നിങ്ങളിൽ പ്രകാശമാനമായി ശോഭിക്കുന്ന ആ പരമ ചൈതന്യത്തിന് എൻ്റെ വിനീതമായ വന്ദനം. ഈ പവിത്രമായ ജ്ഞാനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ഒരുമിച്ചായിരിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ഹൃദയമിടിപ്പുകൾ വരെ ഒരേ താളത്തിലാകട്ടെ. കാരണം ബാഹ്യരൂപത്തിൽ നമ്മൾ വ്യത്യസ്തരാണെങ്കിലും ആത്യന്തികമായി നാമെല്ലാം ആ ഒരേ ഒരു പരമചൈതന്യത്തിൻ്റെ വിഭിന്നമായ പ്രതിഫലനങ്ങൾ മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും യാദൃശികമായി സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെൻ്റെ ഈ വാക്കുകൾ ശ്രവിക്കുന്നതും ഒരു തരത്തിലും ആകസ്മികമല്ല. നിങ്ങളുടെ ആത്മാവ് അതിൻ്റെ പരിണാമത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ, ആ പുതിയ പ്രകാശത്തെ സ്വീകരിക്കാൻ പൂർണ്ണമായി തയ്യാറായി കഴിഞ്ഞു എന്നതിൻ്റെ കൃത്യമായ സിഗ്നലാണിത്. വലിയൊരു ആന്തരിക ഉണർവിലേക്കാണ് നമ്മൾ ഒരുമിച്ച് കാൽ വയ്ക്കുന്നത്. ഭൂമിയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എല്ലാ പുരാതന ആത്മീയ പാരമ്പര്യങ്ങളിലും അതീവ രഹസ്യമായി കാത്തുസൂക്ഷിച്ചിരുന്ന ചില പ്രപഞ്ചജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാം നമുക്ക്. പുരാതന ഈജിപ്തിലെയും അറ്റ്ലാന്റിസിലെയും ഗുരുക്കന്മാർ പകർന്നു നൽകിയ മിസ്റ്റിക് പഠനങ്ങൾ. എന്നാൽ ഇവയൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിരുന്നുമില്ല. ഗുരുക്കന്മാർ അത് വാമൊഴിയായി രഹസ്യമായി സൂക്ഷിച്ചു. അതിൻ്റെ കാരണമെന്നത് മനുഷ്യരാശി ആ അറിവുകൾ ഉൾക്കൊള്ളാൻ അന്ന് മാനസികമായി പാകപ്പെട്ടിരുന്നില്ല എന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു കാലഘട്ടത്തിലാണ്. 2012 ഡിസംബർ എന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് നമ്മൾ വിജയകരമായി മറികടന്നിരിക്കുകയാണ്. ആ സമയത്ത് ഭൂമിയിൽ വലിയൊരു കൂട്ടായ ബോധോദയം സംഭവിച്ചു. മനുഷ്യൻ്റെ ചിന്താശേഷിയും ഫ്രീക്വൻസിയും ഉയർന്നു. അതുകൊണ്ടാണ് അന്ന് രഹസ്യമായി വെച്ചിരുന്ന പുരാതന സത്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ പ്രപഞ്ചം അവസരമൊരുക്കിയത്. ഇതിനെ ലളിതമാക്കി മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടിവിയോ മറ്റെന്തെങ്കിലും ഒരു വസ്തുവോ 200 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? സാങ്കേതിക വിദ്യയെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ലാത്ത ആ കാലത്ത് അവരതിനെ പിശാചിൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ എന്ന് വിളിച്ച് തള്ളിക്കളയുമായിരുന്നു. മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങളായി പക്ഷികൾ പറക്കുന്നത് നോക്കി നിന്നിട്ടും കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ് മനുഷ്യന് വിമാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. എന്തുകൊണ്ട് അതിനു മുമ്പ് സാധിച്ചില്ല? കാരണം പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. മനുഷ്യൻ എപ്പോഴാണോ ഒരു പുതിയ സത്യത്തെ ഉൾക്കൊള്ളാൻ പൂർണ്ണമായി തയ്യാറാകുന്നത്, അപ്പോൾ മാത്രമേ ആ അറിവിൻ്റെ രൂപം മനുഷ്യൻ്റെ കാഴ്ചവട്ടത്തിലേക്ക് വരൂ. ഒരു പുതിയ ആശയത്തെ സമൂഹം ആദ്യം എതിർത്തേക്കാം. ചിലപ്പോൾ അതിനെ വിഡ്ഢിത്തം എന്ന് വിളിച്ചേക്കാം. എന്നാൽ ഓർക്കുക, ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ സത്യങ്ങളും ഒരു കാലത്ത് വെറും വിഡ്ഢിത്തങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ പുരാതനമായ ആ പ്രപഞ്ചജ്ഞാനം സ്വീകരിക്കാൻ സജ്ജരാണ്. നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച ഒരു ശാസ്ത്രമുണ്ട്, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. എന്നാൽ നമ്മളിന്ന് പുതിയൊരു ഉന്നത സത്യത്തിലേക്ക് ഉണരുകയാണ്. ഡാർവിൻ്റെ സിദ്ധാന്തം അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു.
ഇനി അത് മാറ്റിവെക്കപ്പെടും. കാരണം വരും വർഷങ്ങളിൽ മനുഷ്യരാശിയുടെ യഥാർത്ഥ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിപ്ലവകരമായ തെളിവുകൾ പുറത്തു വരും. നമ്മുടെ ഉത്ഭവം വെറുമൊരു ജൈവികമായ യാദൃശികതയല്ല. ഉന്നത തലങ്ങളിലുള്ള മാസ്റ്റർമാർ അവരുടെ പവിത്രമായ DNA അംശങ്ങൾ നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന DNA എന്നത് വെറുമൊരു മാംസകഷ്ണമോ ക്രോമസോമുകളുടെ കൂട്ടമോ മാത്രമല്ല. അത് നമ്മുടെ ആത്മീയ ഔന്നത്യത്തിലേക്ക് വഴി നടത്താൻ കാത്തിരിക്കുന്ന പ്രപഞ്ചം നമുക്കായി മാറ്റിവെച്ച വലിയൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൂടിയാണ്. ആ മാനുവൽ നമുക്കുള്ളിൽ നിശബ്ദമായി കാത്തിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ബോധതലം എപ്പോൾ ഉയർത്തുന്നുവോ അപ്പോൾ മാത്രമേ ഈ പ്രപഞ്ച മാനുവലിലെ ഓരോ പേജുകളും നമുക്ക് വായിച്ചെടുക്കുവാനും നമ്മുടെ യഥാർത്ഥ മാസ്റ്ററിയിലേക്ക് ഉണരുവാനും സാധിക്കുകയുള്ളൂ. എന്താണ് DNA ഒന്നാം ലെയർ അഥവാ ജീവന്റെ വൃക്ഷം? നമ്മുടെ DNA-ക്ക് 12 ലെയറുകൾ അല്ലെങ്കിൽ 12 പാളികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെയും ഏറ്റവും അടിസ്ഥാനപരവുമായ ലെയറാണ് ജീവന്റെ വൃക്ഷം, ദ ട്രീ ഓഫ് ലൈഫ്. എന്തുകൊണ്ടാണ് ഇതിനെ ജീവന്റെ വൃക്ഷം എന്ന് വിളിക്കുന്നത്? ഒരു വലിയ കൊട്ടാരം പണിയുമ്പോൾ നാം അതിൻ്റെ അടിത്തറ എത്രത്തോളം ശക്തമാക്കുന്നുവോ അത്രത്തോളം സുരക്ഷിതമായിരിക്കും ആ കെട്ടിടം. നമ്മുടെ ആത്മീയ യാത്രയുടെ അടിത്തറയാണ് ഈ ഒന്നാം ലെയർ. പ്രകൃതിയിലെ ഒരു നിയമം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിലേക്ക് എത്രത്തോളം ആഴത്തിലും ശക്തമായി ഇറങ്ങിച്ചെല്ലുന്നുവോ അത്രത്തോളം ഉയരത്തിലേക്ക് അതിൻ്റെ ചില്ലകൾക്ക് ആകാശത്തേക്ക് പടർന്ന് പന്തലിക്കാൻ സാധിക്കും. വേരുകൾക്ക് ബലമില്ലെങ്കിൽ ആ മരത്തിന് ഉയരങ്ങളിലേക്ക് വളരാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ആത്മീയ ഭൗതിക ശരീരത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രപഞ്ച ഊർജത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകളാണ് ജീവന്റെ വൃക്ഷമെന്ന ഈ ഒന്നാം ലെയർ. നമുക്കുള്ളിലെ ആത്മീയ ഔന്നത്യത്തിലേക്ക് വളരുന്നതിനു മുൻപ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആ ഉന്നത ഫ്രീക്വൻസി താങ്ങാൻ പാകത്തിന് സജ്ജമാക്കുകയാണ് ഈ അടിത്തറയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ ഒന്നാം ലെയറിൻ്റെ ഏറ്റവും വലിയ ആന്തരിക സവിശേഷത ഇതിന് പ്രപഞ്ചത്തിലെ ഫെമിനിയം ഊർജവുമായി അതീവ ആഴത്തിലുള്ള ഒരു ആഭിമുഖ്യമുണ്ട്. ഇവിടെ ഫെമിനിയം ഊർജം എന്ന് പറയുമ്പോൾ അത് ലിംഗപരമല്ലട്ടോ. അത് പുരുഷനിലും സ്ത്രീയിലുമുള്ള ഒരു സവിശേഷ ഊർജതലമാണ്. നമുക്കുള്ളിലെ കരുണ, പ്രണയം, ക്ഷമ, ഈ പ്രപഞ്ചത്തെ സ്വീകരിക്കുവാനുള്ള ശേഷി, കൂടാതെ നമ്മുടെ ഇൻഡ്യൂഷൻ എന്നിവയാണ് ഈ ഫെമിനിയം ഊർജം സൂചിപ്പിക്കുന്നത്. നമ്മുടെ യുക്തിചിന്തകൾക്കും ബുദ്ധിക്കും കണക്ക് കൂട്ടലുകൾക്കും അപ്പുറത്ത് ചില സത്യങ്ങളെ മുൻകൂട്ടി അറിയാൻ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക കഴിവുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നോ പെട്ടെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയും. ആ ആന്തരിക ശബ്ദത്തെയാണ് നമ്മൾ സഹജാവബോധം അഥവാ ഇൻഡ്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും യുക്തി പരാജയപ്പെടുന്നിടത്ത് ഈ ആന്തരിക ശബ്ദമാണ് നമ്മളെ വഴി നടത്താറുള്ളത്. ഈ ഒന്നാം ലെയറായ ജീവന്റെ വൃക്ഷം നമുക്കുള്ളിൽ ഉണരുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള സന്ദേശങ്ങളെ നേരിട്ട് സ്വീകരിക്കാൻ തക്കവണ്ണം നമുക്കുള്ളിലെ ഈ ഫെമിനിയം ഊർജം സജീവമാക്കുകയും നമ്മുടെ സഹജാവബോധം അതീവ ശക്തമാകുകയും ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ശരിയായ തീരുമാനങ്ങളിലേക്ക് നയിക്കപ്പെടും. ജീവന്റെ വൃക്ഷമെന്ന ഈ ഒന്നാം ലെയർ നമ്മുടെ ശരീരത്തിൽ സജീവമാകുമ്പോൾ അതിൻ്റെ കേന്ദ്രബിന്ദുവായി മാറുന്നത് നമ്മുടെ ഹൃദയ ചക്രമാണ്. ഈ ലെയർ ഉണരുന്നതോടെ നമ്മുടെ ഹൃദയത്തിനു ചുറ്റും അതീവ ശക്തമായ ഒരു ഊർജ പ്രവാഹം രൂപപ്പെടാൻ തുടങ്ങും. ആത്മീയ ദൃഷ്ടി കൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച എന്നത് ഇളം പർപ്പിളിലും ഇളം സുവർണ നിറത്തിലുമുള്ള
അതീവ നിർമ്മലമായ പ്രകാശവലയങ്ങൾ ഒരു ഡൊണറ്റ് ആകൃതിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് പ്രവഹിക്കാൻ തുടങ്ങും. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങി നമ്മുടെ ശരീരത്തെ മുഴുവൻ വലം വെച്ച് പുറകിലൂടെ ചുറ്റി വീണ്ടും ഹൃദയത്തിലേക്ക് തന്നെ തുടർച്ചയായി പ്രവഹിക്കും. എന്നാൽ ഓർക്കുക, ഈ ഊർജത്തെയും നമ്മുടെ ഹൃദയ ചക്രത്തെയും പ്രപഞ്ചത്തിൻ്റെ പരമമായ ആവൃത്തിയിലേക്ക് ബന്ധിപ്പിക്കാൻ അതീവ രഹസ്യമായ ഒരു മുദ്രയും ഒപ്പമൊരു ആക്ടിവേഷൻ കോഡും നിലനിൽക്കുന്നുണ്ട്. ഈ മുദ്രയുടെ സാങ്കേതിക വശങ്ങളും പവിത്രമായ ആ കോഡും അതീവ രഹസ്യമായി മാത്രമേ കൈമാറുവാൻ അനുവാദമുള്ളൂ. അത് അർഹരായ സാധകർക്ക് നേരിട്ട് നൽകുന്നതായിരിക്കും. ആ മുദ്രയും കോഡും ഒത്തുചേരുമ്പോൾ ഈ പ്രകാശവലയം നമ്മുടെ ആത്മീയ ശരീരത്തിന് ചുറ്റുമുണ്ടാക്കുന്ന ഒരു വലിയ സുരക്ഷാ കവചമായി പൂർണ്ണതയിലെത്തും. നമ്മളിപ്പോൾ DNA പശ്ചാത്തലവും 1ാം ലെയറിൻ്റെ ആത്മീയ ശാസ്ത്രവും മനസ്സിലാക്കി. ഇനി നമ്മൾ കടക്കുന്നത് ഈ ധ്യാന സാധനയുടെ സമയത്ത് സാധകർക്കുണ്ടാകാറുള്ള ചില പ്രധാനപ്പെട്ട പ്രായോഗിക സംശയങ്ങളിലേക്കാണ്. എൻ്റെ അനുഭവത്തിൽ ഈ ആക്ടിവേഷൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് കടക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് പോലെ എനിക്ക് നിറങ്ങളോ പ്രകാശങ്ങളോ കോഡുകളോ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന്. കണ്ണടച്ചാൽ വെറും ഇരുട്ട് മാത്രമാണ് തോന്നുന്നതെന്ന്. പലരും ഇതിൻ്റെ പേരിൽ തങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് ഭയന്ന് നിരാശരാകാറുണ്ട്. എന്നാൽ ഇവിടെ കാണുന്ന ദൃശ്യങ്ങളല്ല പ്രധാനം, മറിച്ച് നമുക്കുള്ളിൽ അനുഭവപ്പെടുന്ന ഭാവമാണ് പ്രധാനം. ആ സുവർണ ഊർജം നമ്മുടെ കോശങ്ങളിലൂടെ പ്രവഹിക്കുന്നത് മനസ്സിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചെറിയ ശാന്തതയോ ഭാരമില്ലാത്ത അവസ്ഥയോ വിരൽ തുമ്പിലെ ചെറിയൊരു തരിപ്പോ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് യഥാർത്ഥ ആക്ടിവേഷൻ. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ വർത്തമാന നിമിഷത്തിൽ തിരിച്ചറിയുന്നുണ്ടല്ലോ. ആ തിരിച്ചറിയുന്ന സാക്ഷി ആരാണ്? ആ കാഴ്ചകളില്ലാത്ത ശൂന്യതയിൽ കാണുന്നവൻ മാത്രമായി അവശേഷിക്കുന്ന നിങ്ങളുടെ ആ ബോധമാണ് നിങ്ങൾ. ആ ആജ്ഞ അല്ലെങ്കിൽ കമാൻഡ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന നിങ്ങളുടെ ഉറച്ച അറിവ് മാത്രമാണ് ഈ ആക്ടിവേഷൻ ആവശ്യം. ഈ ഉയർന്ന ഫ്രീക്വൻസിയുള്ള ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുമ്പോൾ ചില സാധകർക്ക് ശാരീരികമായി അമിതമായ ക്ഷീണം, തുടർച്ചയായ കോട്ടുവ അല്ലെങ്കിൽ തലയ്ക്ക് ചെറിയൊരു ഭാരം എന്നിവ അനുഭവപ്പെടാറുണ്ട്. പലരും വിചാരിക്കും ഇതെന്തോ നെഗറ്റീവാണെന്ന്. എന്നാൽ ഇതിനെ നമ്മൾ ഡിവൈൻ ഫീവർ എന്നാണ് വിളിക്കുന്നത്. തലമുറകളായി നമ്മളുടെ ശരീരത്തിലും DNA-യിലും അടിഞ്ഞുകൂടി കിടക്കുന്ന കർമ്മപരമായ തടസ്സങ്ങളും നെഗറ്റീവ് ഊർജ പാറ്റേണുകളും ഈ ഉയർന്ന പ്രപഞ്ച ഫ്രീക്വൻസി വഴി പുറന്തള്ളപ്പെടുകയാണ്. നിങ്ങൾക്കുള്ളിലെ പഴയതും ഭാരമേറിയതുമായ ഊർജം പുറത്തു പോകുമ്പോൾ ശരീരം കാണിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണിത്. നിങ്ങളുടെ കോശങ്ങൾ ഈ പുതിയ പ്രകാശത്തെ സ്വീകരിക്കാൻ വേണ്ടി ക്വാണ്ടം തലത്തിൽ റീബൂട്ട് ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒട്ടും പരിഭ്രമിക്കാതെ പതുക്കെ ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് പൂർണ്ണമായി ഉറപ്പിച്ചു വെച്ചുകൊണ്ട് നിങ്ങളിൽ അധികമുള്ള ഊർജത്തെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നതായി വിഷ്വലൈസ് ചെയ്യുക. അതോടൊപ്പം ഈ സാധന ചെയ്യുന്ന ദിവസങ്ങളിൽ ധാരാളം ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കണം. കാരണം ജലമാണ് ഈ പുതിയ ഊർജ വ്യതിയാനങ്ങളെ നിങ്ങളുടെ കോശങ്ങളിലേക്ക് എളുപ്പത്തിൽ ലയിപ്പിക്കാൻ സഹായിക്കുന്നത്. പ്രിയമുള്ളവരെ, 1ാം ലെയറിൻ്റെ ആക്ടിവേഷൻ എന്നത് വെറുമൊരു മാനസിക സങ്കല്പമല്ല, മറിച്ച് അതൊരു ശാസ്ത്രീയമായ പ്രപഞ്ച പ്രക്രിയയാണ്. നമ്മുടെ ഭൗതിക ശരീരത്തെ പ്രപഞ്ചത്തിൻ്റെ ഉയർന്ന ഫ്രീക്വൻസിയുമായി ബന്ധിപ്പിക്കുന്ന പവിത്രമായ ഒരു അലൈൻമെൻറ്റ് പ്രക്രിയ ഇതിന് പിന്നിലുണ്ട്. ഈ ആക്ടിവേഷൻ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ 4 പ്രധാനപ്പെട്ട ആത്മീയ മസ്തിഷ്ക കേന്ദ്രങ്ങളിലേക്ക് സുവർണ പ്രകാശമണ്ഡലങ്ങളിൽ നിന്നുള്ള ഊർജം പ്രവഹിക്കാൻ തുടങ്ങും. ഈ പ്രക്രിയയിലൂടെ നമ്മുടെ DNA
അതിൻ്റെ യഥാർത്ഥ ദിവ്യമായ ദൗത്യത്തിലേക്ക് തിരികെ പോകുകയും നമ്മുടെ ഹയർ സെൽഫുമായി അത് പൂർണ്ണമായി അലൈൻ ചെയ്യപ്പെടുകയും ചെയ്യും. ഈ ക്വാണ്ടം മാറ്റം നടക്കുമ്പോൾ നമുക്കുള്ളിൽ പുതിയ ഒരു ആത്മീയ പ്രോഗ്രാമിങ്ങും നാഡീഞരമ്പുകളിൽ ഒരു പുതിയ ഉണർവും സംഭവിക്കും. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ആക്ടിവേഷൻ കോഡും പവിത്രമായ മുദ്രയും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതീവ രഹസ്യമായി മാത്രമേ കൈമാറാൻ പാടുള്ളൂ. അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യേണ്ടതല്ല. ഈ രഹസ്യ കോഡും മുദ്രയും ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഈ അലൈൻമെന്റ് പ്രക്രിയ പൂർണ്ണതയിലെത്തുന്നത്. ആത്മീയ ശാസ്ത്രത്തിൽ നമ്മൾ നൽകുന്ന ഉദ്ദേശത്തിനും ആജ്ഞയ്ക്കും എത്രമാത്രം ശക്തിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയും സംശയമില്ലാത്ത ഉറപ്പോടും കൂടി ഒരു കാര്യം കമാൻഡ് ചെയ്യുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമായി മാറുകയാണ് ചെയ്യുന്നത്. ക്വാണ്ടം ഫിസിക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിരീക്ഷകന്റെ ശ്രദ്ധ എവിടെയാണോ അവിടെ ഊർജം കേന്ദ്രീകരിക്കപ്പെടുമെന്ന്. നമ്മൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നതിലല്ല കാര്യം. നമ്മുടെ ഹയർ സെൽഫിൻ്റെ അനുവാദത്തോടെ നമ്മളൊരു ആജ്ഞ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം തലത്തിൽ നമ്മുടെ DNA-യിൽ ആ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. നമ്മൾ നമ്മുടെ ഹൃദയചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രപഞ്ചത്തോട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളിലെ ജീവന്റെ വൃക്ഷം അതിൻ്റെ പവിത്രമായ ശാഖകൾ വിടർത്താൻ തുടങ്ങും. ഈ പ്രക്രിയ നമ്മുടെ ചിന്തകളുടെ കോലാഹലങ്ങളെ പൂർണ്ണമായും നിശബ്ദമാക്കുകയും നമ്മെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലോ ഭാവി കാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലോ പൂർണ്ണമായ ബോധത്തോടെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. ഈ ഒന്നാം ലെയറിൻ്റെ ആക്ടിവേഷൻ എന്നത് വെറുമൊരു മാനസിക സങ്കല്പമല്ല, മറിച്ച് അതൊരു ശാസ്ത്രീയമായ പ്രക്രിയയാണ്. നമ്മുടെ ഭൗതിക ശരീരത്തെ പ്രപഞ്ചത്തിൻ്റെ ഉയർന്ന ഫ്രീക്വൻസിയുമായി ബന്ധിപ്പിക്കുന്ന പവിത്രമായ ഒരു അലൈൻമെന്റ് പ്രക്രിയ ഇതിന് പിന്നിലുണ്ട്. ഈ പ്രക്രിയയിലൂടെ നമ്മുടെ DNA അതിൻ്റെ ദിവ്യമായ ദൗത്യത്തിലേക്ക് തിരികെ പോവുകയും നമ്മുടെ ഹയർ സെൽഫുമായി അത് പൂർണ്ണമായി അലൈൻ ചെയ്യപ്പെടുകയും ചെയ്യും. ഒന്നാം ലെയറായ ജീവന്റെ വൃക്ഷം നമുക്കുള്ളിൽ പൂർണ്ണമായി ഉണരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു വലിയ ശാന്തതയിലേക്ക്, മനസ്സിൻ്റെ അതീവ ആഴമുള്ള ആൽഫ അല്ലെങ്കിൽ തീറ്റ അവസ്ഥയിലേക്ക് മാറും. അവിടെ നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ പോലും തോന്നാത്തവണ്ണം ആന്തരികമായ ഒരു സുഖവും ആനന്ദവും അനുഭവപ്പെടും. കണ്ണു തുറന്ന് പുറത്തുള്ള കാഴ്ചകൾ കാണുന്നതിനേക്കാൾ വലിയൊരു പ്രകാശമാണ് ഉള്ളിലുള്ളതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമ്മുടെ യഥാർത്ഥ ഉറവിടത്തിലേക്ക്, നമുക്കുള്ളിലേക്ക് തന്നെ നമ്മൾ മടങ്ങിയെത്തുന്ന ആ പവിത്രമായ നിമിഷമാണിത്. ഈ നിശബ്ദതയാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. ഈ ആക്ടിവേഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഊർജം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതല്ല. നിങ്ങളൊരു ലൈറ്റ് വർക്കർ എന്ന നിലയിൽ നിങ്ങൾക്കുള്ളിലെ പ്രകാശം ഉണർത്തുമ്പോൾ അത് ഭൂമിയുടെ വൈബ്രേഷൻ ഉയർത്താൻ സഹായിക്കുന്ന ക്രിസ്റ്റലൈൻ ഗ്രിഡിൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഭൗതിക ജീവിതം കഴിഞ്ഞ് ശരീരം വെടിഞ്ഞു പോയാലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഉണർത്തിയ ഈ ആത്മീയ ഊർജം ഇവിടെ തന്നെ അവശേഷിക്കും. അതൊരു വലിയ പ്രകാശഗോപുരമായി പ്രപഞ്ചത്തിൽ നിന്നുള്ള ഉയർന്ന ഫ്രീക്വൻസികളെ സ്വീകരിക്കുന്ന ഒരു ആന്റിനയായി വരും തലമുറകൾക്ക് വഴി നടത്താൻ ഈ ഭൂമിയിൽ നിലനിൽക്കും. അതുകൊണ്ട് ഈ പ്രക്രിയയെ അതീവ ഗൗരവത്തോടും പവിത്രതയോടും കൂടി വേണം നാം സമീപിക്കാൻ. ഒന്നാം ലെയറായ ജീവന്റെ വൃക്ഷം നമുക്കുള്ളിൽ പൂർണ്ണമായി പ്രവർത്തിക്കണമെങ്കിൽ ഇതിനൊരു തുടർച്ചയായ സാധന ആവശ്യമാണ്. ഹയർ സെൽഫ് കണക്ഷൻ വഴി അത് തിരിച്ചറിയുക. ഒന്നാമത്തെ ലെയർ പൂർണ്ണമായും ആക്ടിവേറ്റ് ആകുന്നതുവരെ ദിവസവും നിങ്ങളുടെ വീട്ടിൽ ശാന്തമായ ഒരിടത്തിരുന്ന് കണ്ണുകളടച്ച് അതീവ ശാന്തമായി നിങ്ങളുടെ ഹൃദയചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇളം പർപ്പിൾ, ഇളം സുവർണ നിറങ്ങളിലുള്ള പ്രകാശവലയങ്ങൾ പുറപ്പെട്ട് നിങ്ങളെ മുഴുവൻ മൂടുന്നത് മനസ്സ് അറിഞ്ഞ് ഈ സാധന തുടരുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ ആത്മീയ പരിവർത്തനങ്ങൾക്ക് വഴി തുറക്കും. ഇത് ഉറപ്പാണ്. ഇന്ന് ഇവിടെ നിന്ന് ഈ പവിത്രമായ ജ്ഞാനം ശ്രവിച്ച ഏവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. പ്രപഞ്ച ചൈതന്യവും ഉന്നത ഗുരുക്കന്മാരും നിങ്ങളെ എപ്പോഴും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.